2024 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് സിഗ്നേച്ചർ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് 24 എന്ന് പറയുമ്പോൾ 27 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വാഹനമാണ്. 2022 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് 4x4. കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ മാർക്കറ്റിൽ. രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കോമ്പസ് ലിമിറ്റഡ് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഒരു അടിപൊളി ഷോറൂമിലേക്കാണ് ഞാൻ ഇന്ന് വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നത്. FI വീൽസ് മഞ്ചേരി. മഞ്ചേരി എത്തുന്നതിന് മുന്നേ, കോഴിക്കോട് നിന്ന് മഞ്ചേരിക്ക് പോകുമ്പോൾ മഞ്ചേരി എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്രൈസിന് നല്ല കോമ്പാക്ട് ടെസ്റ്റുകൾ ലഭിക്കുന്നൊരു ഷോറൂമാണ്. കോമ്പാക്ട് ടെസ്റ്റുകൾ മാത്രമല്ല, ചെറുവണ്ടികളും സെഡാനും ഒക്കെ കിട്ടും. പക്ഷേ കൂടുതലും കോമ്പാക്ട് ടെസ്റ്റുകൾ ലഭിക്കുന്ന ഷോറൂമാണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നഷ്ടം വരില്ല. നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ സ്വാഗതം ചെയ്യാം. ഇർഷാദ് ഭായ്, സ്വാഗതം. ഓക്കെ, സുഖല്ലേ? ചെറിയൊരു 3 മാസത്തെ ഗ്യാപ്പ് വന്നു. എന്താ വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. വണ്ടിയെല്ലാം പോയിട്ടുണ്ട്, അന്നത്തെ ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല. ഓക്കെ, എല്ലാം ക്ലിയർ ആയി പോകും പെട്ടെന്ന്. പിന്നെ വരുന്ന കോള് വരുന്നുണ്ടല്ലേ? കോള് വന്നോണ്ടിട്ടുണ്ട്. അതിന്റെ ചില സ്റ്റോക്കിനെ വന്ന് കയറും. പിന്നെ എന്താ വെച്ചാൽ അതിന്റെ വിളിക്കാൻ മറക്കും. അപ്പൊ ഇടക്കൊന്ന് ചെയ്യപ്പോ ഇരുന്നാളിന്റെ മുന്നേട്ട് ഒന്ന് ചെയ്യാന്നുള്ള കണ്ടീഷനിൽ. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല വിലക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. റേറ്റ് ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ഇല്ല. ഓക്കെ, അത്രയും കുറഞ്ഞ റേറ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഈ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരുന്നു പറയുന്നത്? ഇത് നറുകര, മഞ്ചേരി ടു വള്ളുവമ്പുറം. അതിന്റെ ഇടയിലായിട്ട് നറുകര. ഓക്കെ, ഗൂഗിളിലിട്ടാ കിട്ടൂല്ലേ? FI വീൽസ് കിട്ടും. ഓക്കെ, FI വീൽസ് അടിച്ചാൽ മതി. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോളറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓരോ വണ്ടീൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം അല്ലേ? ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം ഹാരിയർ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ ഹാരിയർ. ഏതാ മോഡൽ ഇത്? 2019 മോഡല്, ഡീസൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 1.5 ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 19 ഡീസൽ മാനുവൽ. അതെ, ഓക്കെ. 1.5 ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി, PDF കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? XT മിഡിൽ ഓപ്ഷൻ ആണ്. XT മാനുവൽ മിഡിൽ ഓപ്ഷൻ ആണ്. ഒരു വിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. 19 ഡീസൽ, ഫുൾ കമ്പനി സർവീസ്, 1.5. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 12-16 റേഞ്ച് ഒക്കെ കിട്ടൂലേ? ഓക്കെ, എത്ര ഇപ്പൊ ചോദ്യം? നമുക്ക് 9,25,000 രൂപ കൊടുക്കാം. 9.4 ലക്ഷത്തിനാണ് 19 XT മാനുവൽ ഡീസൽ ഹാരിയർ നിങ്ങൾക്ക് കിട്ടുന്നത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഫുൾ കമ്പനി സർവീസ് പോയ വണ്ടി. പിന്നെ ലോണ് ഫുള്ള് കയറും. നിങ്ങളെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. വണ്ടിക്ക് വാല്യുവേഷൻ ചെയ്താൽ ലോൺ കിട്ടും, ബാങ്ക് കൊടുക്കും വണ്ടിക്ക്. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തു. അടുത്തത് KL7 രജിസ്ട്രേഷൻ വരുന്ന മഹീന്ദ്രയുടെ ഥാറാണ്. 2 ഥാറുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ആദ്യം ബ്ലാക്ക് അല്ലേ? നല്ല ടയേഴ്സ് ആണ്. 2022 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4x4. കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 4x4 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 48,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ആണ്. സർവീസിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വലിയ ഓട്ടം കൂടുതലുള്ള ഒന്നുമില്ല, നോർമൽ ഓട്ടമാണ്. ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു വണ്ടി. ടയേഴ്സ് പുതിയതാണ്. വേറെ ഇപ്പൊ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഫുൾ ഹിസ്റ്ററി എല്ലാം ലഭിക്കും. ഇവരെ ഹിസ്റ്ററി ഒക്കെ തരും. PDF കയ്യിലുണ്ട്, എല്ലാം കാണിച്ചു തരും. അപ്പോ എത്ര ഇതിന്റെ ചോദ്യം? ഇപ്പോ നമുക്ക് 15,70,000 രൂപ കൊടുക്കാം. 15,70,000 22 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ഥാറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വലിയ ഓട്ടോ പോയിട്ടില്ല, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. മാർക്കറ്റിൽ അല്പം നല്ല ഡിമാൻഡ് ഉള്ള ഒരു അതും ബ്ലാക്കും ആണ്. ഓക്കെ, താല്പര്യമുണ്ടോ നോക്കിക്കോ. ലോൺ ഒരു 15 വരെ കയറും. 13, 14, 15 വരെ മാക്സിമം നോക്കാം. അടുത്ത ഥാറാണ്. ഒരു ഗ്രേ കളർ, KL55 തിരൂർ രജിസ്ട്രേഷൻ ആണ്, മലപ്പുറം ജില്ല. ഇതും നല്ല അടിപൊളി ടയേഴ്സ് ആണ് കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡലാണ്. 4x4 തന്നെ, ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ് വണ്ടി. സെയിം സാധനം തന്നെ, 21 മോഡലിൽ വരുന്നേ ഉള്ളൂ. നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ 1 lakhന്റെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ആ ഒരു 1 lakh ആണ് ഓഫർ പ്രൈസിന് കാരണം. ലോ കിലോമീറ്റർ ആണെങ്കിൽ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ കൂടും. അത്രേ ഉള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് 12,80,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 12,80,000 മാറ്റം കണ്ടില്ലേ? മറ്റേ 22 ഇത് 21 വരും. അത്രയും മാറ്റം വന്ന് ഈ ഒരു ഓട്ടം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഓട്ടം കുറഞ്ഞ വണ്ടി വരുമ്പോ വില കൂടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. ഓക്കെ,
അപ്പോൾ ഫുൾ ഓണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി താറാണ് 21 മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ 4x4. ഓക്കെ, താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ ഹ്യുണ്ടൈ അൽക്കാസർ. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ് KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. 7 സീറ്റർ ആണല്ലേ? അതെ അതെ, 7 സീറ്റർ. ഏതാ മോഡല്? 2024 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് സിഗ്നേച്ചർ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്. 24 എന്ന് പറയുമ്പോൾ 27 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വാഹനമാണ്. എന്ത് സംഭവിച്ചാലും വാറണ്ടിയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ പോക്കറ്റ് ഒരു രൂപ ചെലവാണ്. മാർക്കറ്റിൽ കുറച്ച് റയറാണ് ഡീസൽ ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് വണ്ടി. ഡീസൽ കുറവാണ്. ഓക്കെ, ഓട്ടം എത്ര പോയിട്ടുണ്ട്? 29,000 കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് തന്നെ? ഓ ഓക്കെ, ഒരു ക്ലെയിം ഇല്ല? ഇല്ല, ഒന്നുമില്ല, 0 ക്ലെയിം. 8 വണ്ടി, സിഗ്നേച്ചർ ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഇപ്പോൾ ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? ഓൺ റോഡ് ഐ തിങ്ക് ഏകദേശം ഒരു 28 ആ റേഞ്ച് വരും അല്ലേ? കറക്റ്റൊക്കെ തന്നെ ഫുൾ ഓപ്ഷൻ 25 വാങ്ങാൻ വരും. 26ന്റെ അടുത്തുണ്ടാവും. 26ന്റെ അടുത്ത് ഇത് 28 ആ റേഞ്ചിലുണ്ടാവും. ഏറ്റവും ടോപ്പ് തന്നെയാണ് സിഗ്നേച്ചർ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ എത്രയായി ഇപ്പോൾ ചോദ്യം? ഇത് നമുക്ക് 21,70 കൊടുക്കാം. 28 ലക്ഷത്തിൻ്റെ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,70 നിങ്ങൾക്ക് ഡീസൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു അൽക്കാസർ 7 സീറ്റർ കൊണ്ടുപോകും. ഓക്കെ, അത്യാവശ്യം പെർഫോമൻസ് എല്ലാം നോക്കുന്ന ഒരു 7 സീറ്റർ ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ലോണ് ഫുള്ള് കയറും? ഏകദേശം 20ന്റെ അടുത്ത് കയറും. അടുത്തത് ഒരു അടിപൊളി പ്രീമിയം SUV ആണ്. ജീപ്പ് കോമ്പസ് റെഡ് ആൻഡ് ബ്ലാക്ക് KL41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡലാണ്. ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. 83,000 കിലോമീറ്റർ ജെന്യുവൻ സർവീസ് ഉള്ളതാണ്. ഡീസൽ? അതെ, ഡീസൽ. 17 ഡീസൽ ലിമിറ്റഡ്. ഇതിന്റെ മുകളിൽ ലിമിറ്റഡ് പ്ലസും കൂടി ഉണ്ടാവും. അതെ, ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ, നേരത്തെ നമ്മൾ സഫാരിയെ കൊണ്ടുവരുന്ന പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ് അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ, ഇതും അടിപൊളി ടയേഴ്സ് ആണ് കേട്ടോ. എന്നാലും നല്ല ടയേഴ്സ് ആണ്. ഈ ടയേഴ്സ് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് മാറണമെങ്കിൽ ഒരു എമൗണ്ട് ആവും. അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നല്ല വണ്ടി. 0 ക്ലെയിം. 0 ക്ലെയിം. ഓട്ടം പറഞ്ഞു നമ്മള് 83,000. 83 പറഞ്ഞില്ല. ഓക്കെ, 83 ഓടിയ 17 മോഡൽ ലിമിറ്റഡ് വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് അല്ല? നമുക്ക് 8,20,000 രൂപ കൊടുക്കാം. 8,20 ജീപ്പ് 8,20,000. 70 20 ഞാനും പറഞ്ഞേ. ഓക്കെ, 8,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതൊരു കോമ്പസ് ലിമിറ്റഡ് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോ. മാക്സിമം ലോണും കയറുമല്ലോ. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി കയ്യിലുണ്ടല്ലോ? എല്ലാം ഉണ്ട്. അടുത്തത് ഒരു കിയ സോണറ്റ് KL5 കോട്ടയം വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. GT ലൈനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഏതാ മോഡല്? 2021 മോഡലാണ്. സോണറ്റിൽ GTX പ്ലസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓ, ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്കും ആണ്. അപ്പോൾ വയർലെസ് ചാർജർ, സീറ്റ് വെന്റിലേഷൻ തുടങ്ങിയ അടിപൊളി ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. സൺറൂഫ് എല്ലാം ഉണ്ട്. ഓട്ടം എത്ര പോയിട്ടുണ്ട്? കിലോമീറ്റർ 90,000 ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് 21 90,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? എത്ര ചോദ്യം? ഇതിന്റെ ഇത് നമുക്ക് 975 ഫൈനൽ കൊടുക്കാം. ഓക്കെ, 9,75,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റ് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജിൽ നല്ലൊരു ഫീച്ചറിസ്റ്റിക് ആയ കോമ്പാക്ട് SUV തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നെടുക്കും. ഫുൾ ഓണം കയറില്ലേ? അടുത്തതാ MG ഹെക്ടർ അല്ലേ? പ്ലസ് പ്ലസ്. ഓക്കെ, ഹെക്ടർ KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. പ്ലസിന്റെ ഗ്രില്ല് കുറച്ചും കൂടി വലുതാണ്. അതെ അതെ. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. ഡീസലാണ്. MG ഷാർപ്പ് പറഞ്ഞ വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പിന്റെ 19 ഏറ്റവും ടോപ്പിന്റെ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 1ന്റെ മുകളിലായിട്ട് ഓടിഉണ്ട്. 140 ഓടിയിട്ടുണ്ട് ഏകദേശം. കറക്റ്റ് പ്രോപ്പർ സർവീസും ഉണ്ട്. വണ്ടി ക്വാളിറ്റി വണ്ടി. മേജർ ക്ലെയിം ആക്സിഡന്റ് കാര്യങ്ങളുണ്ട്. അല്ല, ഡീസൽ മാനുവൽ. അപ്പോ അതിനുള്ള ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? അതെ. ഒരു 15 മൈലേജ് കിട്ടും ഇതിൽ. ഡീസൽ 14, 15 ആ റേഞ്ച്. 13, 14, 15 ആ റേഞ്ച്. 13 to 15 വരെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും എന്തായാലും ആ ഒരു ഓട്ടം പോയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടം ഓക്കെ ആയവർക്ക് എന്തായാലും വന്നു. ഫുൾ ലോണിന്റെ ആവശ്യക്കാർക്കൊക്കെ ഫുൾ ലോൺ കിട്ടുകയും ചെയ്യും. കിലോമീറ്റർ കുറച്ച് കൂടിയിരുന്നെങ്കിലും ക്ലെയിം ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കേസുകളൊന്നും കമ്പനി സർവീസും പോയിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടിന്റെ എഞ്ചിൻ ലൈഫ് അല്ല, അത് എങ്ങനെ പോയാലും ഒരു പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചൊക്കെ കറക്റ്റ് കുറെ കിട്ടും. എന്നാലും ഒരു 3 ലക്ഷം ഒക്കെ പോകില്ലേ സാധാരണ? ചെറുവണ്ടികളടക്കം പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് അങ്ങനെ തന്നെ എത്ര കൊടുക്കുക? ഇത് നമുക്ക് 8,70,000 രൂപ കൊടുക്കാം. 8,70 19 ഡീസൽ ഷാർപ്പ് ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ഓണം കയറും. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിൽ ഇതാ വീണ്ടും സോണറ്റ്. അതുപോലെ അടിപൊളി ബ്ലാക്ക് കളർ GT ലൈൻ തന്നെ ഫുൾ ഓപ്ഷൻ. KL35 കോട്ടയം അല്ല, കോട്ടയം ജില്ല തന്നെ. എങ്ങനെയാ ഡീറ്റെയിൽ? GT ലൈൻ അല്ലേ, HTX ആണ്. എന്താ വെച്ചാൽ ഏറ്റവും
ഞാൻ സീറ്റിലേക്ക് നോക്കുമ്പോ സീറ്റിൽ കാണുന്നില്ല. ഏറ്റവും സെറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് കൺവേർട്ട് ചെയ്താണ്. ഒക്കെ കമ്പനിയിൽ നിന്ന് ചെയ്താ. സീറ്റ് പറയില്ലല്ലോ അല്ലേ? സീറ്റ് വലിയ ലക്ഷമില്ല, വയർലെസ് ചാർജറും ഇല്ല, ബാക്കിയെല്ലാം അതെ. 2021 മോഡലാണ്. HTX IMT ഗിയർ ബോക്സ് ആണ്. HTX എന്ന് വെച്ചാൽ ഇതിന്റെ മേലെയാണ് പ്ലസ്, പിന്നെ GT ലൈൻ അങ്ങനെയാണ് ഓപ്ഷൻ. സൺറൂഫും കാര്യങ്ങളൊക്കെ സൺറൂഫ്, പുഷ് ബട്ടൺ, അലോയ്സ് അങ്ങനത്തെ ഒക്കെ വരും. GT ലൈനിലേക്ക് പോകുമ്പോൾ അലോയ്സിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും അല്ലേ? ഇത് അലോയ്സും കിയ ഷോറൂമിന്റെ തന്നെ ഒരു സ്പോട്ട് അലോയ് കിയെന്ന് ചെയ്താ. അത് ശരി, ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. മെയിൻ സാധനം എന്ന് വെച്ചാൽ GT ലൈനിന്റെ ഒരു സീറ്റ് ബെൽറ്റ് ലക്ഷണം, വയർലെസ് ചാർജറും, അത് രണ്ടും ഉണ്ടാവില്ല. ഓക്കെ. IMT ഗിയർ ബോക്സ് ആണ്. IMT ആണ് അല്ലേ? ക്ലച്ച് ഉണ്ടാവില്ല, ക്ലച്ച്ലെസ് ആണ്. പിന്നെ 21 മോഡൽ അല്ലേ? ഓട്ടോ എത്ര പോയി? ഇത് 42,000 പെട്രോൾ. വലിയൊരു ഓട്ടോ അല്ല. പിന്നെ മൈലേജ് ഒരു 12-15 മൈലേജ് IMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിന്റെ അത്ര കുറവുണ്ടാവില്ല. ഒരു മാന്യമായ മൈലേജ് കിട്ടും. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, നല്ല വണ്ടി. എത്ര? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 8,40,000 റുപ്യ കൊടുക്കാം. 8,40,000 21 IMT പെട്രോൾ 40,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. HTX ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ലോണ് 8 lakhs കിട്ടും. ഏകദേശം കിട്ടും. ഏകദേശം 8 lakhs. ഒരു 40,000 ഒക്കെ ഇറക്കാം അല്ലേ? ഹ്യുണ്ടായ് വെന്യൂ KL 74 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 22 മോഡല് വെന്യൂ SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് സീറ്റ്, ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. അത് IMT ആണ്. IMT. ഇതില് സീറ്റ് വെന്റിലേഷൻ വരുന്നില്ലല്ലോ? ഇല്ല. പക്ഷെ ഇതിന്റെ സെയിം സെൽട്ടോസിൽ ആ സമയത്ത് വരുന്നത്. സോണറ്റ് സെൽട്ടോസ് സമയത്ത്. ഓക്കെ. ഇതിന്റെ കൂടെ സോണറ്റ് വരാം. ശരി. ഓക്കെ. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? ഇത് 29,000 കിലോമീറ്റർ ഓടി. 29,000. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. SX ഓപ്ഷനിൽ സൺറൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വലിയ പരിക്കോ കാര്യമൊന്നും ഇല്ലല്ലോ? ഒന്നും സംഭവിച്ചു. ക്വാളിറ്റി ഉണ്ട്. മാനുണ്ടോ പറഞ്ഞ? IMT ആണ്. ക്ലച്ച്ലെസ്. നേരത്തെ സോണറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അതേ മൈലേജ് ഏകദേശം ഉണ്ടാവും. 12-15 ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിന്റെ ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് 8,75,000 റുപ്യ കൊടുക്കാം. ചോദ്യമാണോ അതോ ഫൈനലാണോ? ഏകദേശം ഫൈനലാണ്. ഓക്കെ. ചെറിയ മാറ്റങ്ങൾ, അത് വരുമ്പോൾ കച്ചവടത്തിന്റെ ഒരു മാന്യത അല്ലേ? ഓക്കെ. അപ്പോൾ 8,75,000 2022 മോഡൽ വെന്യൂ SX ഓപ്ഷനിൽ IMT പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരുമോ? ഏകദേശം. അടുത്തതാ ജീപ്പ് കോമ്പസ് ആണ്. ഇതും നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൈസിനാണ് കിട്ടാൻ പോകുന്നത്. KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ, എങ്ങനെയാണ്? 2017 മോഡലാണ്. ലിമിറ്റഡ് ആണ് വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് വേണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് 1.4 പെട്രോൾ ഓട്ടോമാറ്റിക് 17. ഓക്കെ. കിലോമീറ്റർ കുറച്ച് ഹൈ ആണ്, അതിനനുസരിച്ച് റേറ്റ് കുറച്ച് ലോ ആണ്. എത്രയാ കിലോമീറ്റർ? 150 ഓടിയിട്ടാണ്. അത് പ്രോപ്പർ സർവീസാ, കമ്പനി സർവീസാ. അതിന്റെ സർവീസ് ഹിസ്റ്ററി PDF ആയിട്ട് നമുക്ക് കൊടുക്കാം. അതാ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി അനങ്ങിയിട്ടില്ല. ഒരു 50,000 കിലോമീറ്ററുടെ വണ്ടി എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഉണ്ട് മെക്കാനിക്കലും ബോഡിയൊക്കെ. 17 പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസിന്റെ തൊട്ട് താഴെ അല്ലേ? അതെ. ഓക്കെ. അപ്പോ എത്ര? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 7,25,000 രൂപ കൊടുക്കാം. 7.25 ലക്ഷത്തിനാണ് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കിട്ടുന്നത്. 2017 മോഡൽ. ഓക്കെ. ഫുൾ ലോണിൽ കൊണ്ടുപോകാം അല്ലേ? ആ ഒരു കിലോമീറ്റർ വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ടാറ്റ നെക്സോണിന്റെ സെക്കൻഡ് ജനറേഷൻ KL 10 മലപ്പുറം വണ്ടിയാണ്. ഏതാ മോഡല്? 2023 മോഡലാണ്. XMA വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, 4 ഡോർ പവർ വിൻഡോ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. നോർമൽ വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ ഓട്ടം എത്ര പോയിട്ടുണ്ട്? 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ക്ലെയിം കാര്യങ്ങളൊന്നും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ക്ലെയിം ഒന്നുമില്ല. പിന്നെ മൈലേജ് AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ കൂടുതലുണ്ടാവും. 12-15 റേഞ്ച് ഒക്കെ കിട്ടും. മാനുവൽ പോലെ തന്നെ ഏകദേശം കിട്ടും. ഓക്കെ. അപ്പോ എത്രയാ ചോദ്യം? നമുക്ക് ഫൈനൽ 6,75 കൊടുക്കാം. 2023 വണ്ടി. 23 പെട്രോൾ ഓട്ടോമാറ്റിക് 6,75 അല്ലേ? അതെ. ഓക്കെ. 6.25 ഓട്ടോമാറ്റിക്. അപ്പോൾ 6 lakh ലോൺ കിട്ടും? ഫുള്ളും കിട്ടും. ഫുള്ളും തന്നെ വരും. ഓക്കെ. അന്ന് ഇറങ്ങുമ്പോൾ എത്ര ആയിട്ട് ശരിക്കും? ഇറങ്ങുമ്പോഴത്തെ കോസ്റ്റ് കറക്റ്റ് നോക്കാൻ 12 എത്ര? 10ന്റെ മുകളിലാണ് എന്തായാലും ഉള്ളത്. എത്ര നോക്കണം. അതിന്റെ മേലെ തന്നെ ഓട്ടോമാറ്റിക് അല്ല, ഫുൾ ഓപ്ഷൻ മാനുവൽ തന്നെ അത്രയുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അടുത്ത വണ്ടിയില് ഹ്യുണ്ടായ് ക്രെറ്റ ആണ് അടുത്തത്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡല്? ഇത് 2016 മോഡലാണ്. 1.6 S+ എന്ന വേരിയന്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ S+ അല്ലേ? ഫുൾ അല്ല, SX+ ഉണ്ട്. ഇത് S+ ആണ്. ബാക്ക് വൈപ്പർ അങ്ങനത്തെ ചെറിയ എന്തോ കുറവുകളുണ്ട്. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ.
അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 12-15 ഒക്കെ കിട്ടുമായിരിക്കും മൈലേജ്. അല്ല, ഇത് ശരിക്കും ഈ വേരിയന്റിന് കുറച്ച് മൈലേജ് കൂടുതലുണ്ട്. ആളുകൾ പറയുന്നില്ലെങ്കിലും നല്ല മൈലേജ് ഉണ്ട്. അല്ല, ഇതേതാ 1.6 അല്ല 1.6 തന്നെ ആണെങ്കിലും ഈ ഒരു ജനറേഷൻ ക്രെറ്റയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിന് ശരിക്കും 18 മുകളിലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഓടിച്ചു പോന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കേസാണ്. പിന്നെ നമ്മൾ പറയുന്നില്ല, സംഭവം നോർമലി മൈലേജ് കൂടുതലാണ്. നിങ്ങൾ ഈ മോഡൽ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മൈലേജ് കമന്റ് അറിയാൻ പറ്റുമല്ലോ. കാരണം പുതിയ റേറ്റേക്കാൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കേസാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കിലോമീറ്റർ 1.8 സെക്കൻഡ് ഓണർഷിപ്പ്, മേജർ ക്ലെയിം കാര്യങ്ങളോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി, ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ. ഇത് നമുക്ക് 7,40,000 രൂപക്ക് കൊടുക്കാം. 740 16 പറഞ്ഞത് മോഡൽ 16 ഡീസൽ ഓട്ടോമാറ്റിക് 740. അതുപോലെ ഇതിന്റെ കൂടെ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ലിമിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ക്രെറ്റകൾ ഏകദേശം ഒരു 4-5 ക്രെറ്റകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. 17 പെട്രോൾ SX+ ഉണ്ട്, 18 ന്യൂ ഷേപ്പ് സൺറൂഫ് തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, 19 1.4 E+ ഡീസൽ മാനുവൽ വണ്ടി 2 വണ്ടി ഉണ്ട്. മൊത്തം ഒരു 5 ക്രെറ്റകൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ, ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. ഓക്കെ, അപ്പോ ഇതിന് ലോൺ എത്ര കയറും? ഏകദേശം 7 രൂപയുടെ അടുത്ത് എന്തായാലും 7 കിട്ടും. ഒരു ചെറിയ എമൗണ്ട് വേണ്ട. അടുത്ത 7 സീറ്റർ ഇന്നോവ ക്രിസ്റ്റ KL 10 റീ ആയി കഴിഞ്ഞ വാഹനമാണ്. ഇനി നിങ്ങൾ ഇതിന്റെ മുകളിൽ ഒരു ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? 2017 മോഡലാണ്, G4 മാനുവൽ വണ്ടിയാണ്. 1.20 കിലോമീറ്റർ. ശരിക്കും അതർ സ്റ്റേറ്റിൽ വണ്ടി കിലോമീറ്റർ ജെനുവിറ്റി പറയില്ല, എന്നാലും ഇത് നമ്മൾ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ 55,000 2021 സർവീസ് കഴിഞ്ഞാണ്. ഏകദേശം കറക്റ്റ് ആണ്. കാരണം 3 വർഷം 4 വർഷത്തിന് 60,000 ഓടി, പിന്നെ ഒരു 3-4 വർഷത്തിന് ഈ ഒരു 60,000 കിലോമീറ്റർ ഓടിയതാകുമ്പോൾ ഏകദേശം ജെനുവിനാണ്. സർവീസ് ഇല്ല, എന്തായാലും മുകൾക്ക് ഓടിയിട്ടില്ല, ഗ്യാരണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്, അവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ. വണ്ടിന്റെ ഫിസിക്കൽ കണ്ടീഷൻ നല്ല വണ്ടി, മെക്കാനിക്കലും ബോഡിയൊക്കെ ഒരു കുഴപ്പമില്ല. റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫസ്റ്റ് ഓണർ ആണോ മൊത്തം സർവീസ് ചെയ്ത കമ്പനി? അതെ. സെക്കൻഡ് ഓണറിൽ എത്തിയപ്പോൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ ഇവിടെ ചെയ്താണ്. അവിടെ തന്നെയാണ് ഫസ്റ്റ് ഓണർ, അവിടെ തന്നെയാണ് സർവീസ് മിസ്സായത്. അവിടെ തന്നെ അതാ ചോദിച്ചത്. ഓക്കെ, അപ്പോ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല, നല്ല വണ്ടി. ഓക്കെ, ഫിസിക്കലി എല്ലാം ചെക്ക് ചെയ്തല്ലേ? എല്ലാം ചെക്ക് ചെയ്തല്ലേ അല്ലേ? ഓക്കെ. അപ്പോ ക്രിസ്റ്റ നമ്പർ ആയി കഴിഞ്ഞ വണ്ടി. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ഒരു തലവേദനയില്ല, NOC തപ്പി നടക്കണ്ട, കിട്ടുന്നതിന് ലേറ്റ് ആകുന്ന പേടി വേണ്ട, ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം. എത്രയാ ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 11.25 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, G4 മാനുവൽ അല്ലേ? അതെ, നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടി 11,75,000. സാധാരണ ഇത് നമ്പർ ആണെങ്കിൽ ഒരു 1 lakh 1.5 കാണ്ടി വരും അല്ല? എന്തായാലും കാണ്ടി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാം, ലോണും കയറും. എത്ര കിട്ടും? ഏകദേശം 10 രൂപ മുകളിലായിട്ട് വരും. അടുത്തത് XUV 300 KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 21 മോഡൽ ഉണ്ട്. XUV 300 W6 ആണ് വേരിയന്റ് വരുന്നത്. ഡീസലിൽ മാനുവൽ വണ്ടി. ടോപ്പിന്റെ താഴേക്ക് താഴെ. അതെ. ഇത് കിലോമീറ്റർ ഹൈ ആണ്. റേറ്റ് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1 മുകളിലുണ്ട്. കറക്റ്റ് 1.5 ആ റേഞ്ചിൽ എന്തായാലും ഓടിയിട്ടുണ്ട്. ഓടിയത് ഫുള്ള് കറക്റ്റ് ഏറ്റവും സെറ്റ് കമ്പനി സർവീസ് വണ്ടിന്റെ ഇതിന്റെ ഹിസ്റ്ററി വരെ കിട്ടും, കയ്യിലുണ്ട് ഹിസ്റ്ററി PDF ഉണ്ട്. 21 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്കലാണ് ഇത്ര ഓട്ടം പോയത്. റേറ്റ് നമുക്ക് ഒരു പാകത്തിന് കൊടുക്കാം. എത്രയാ? ആദ്യം നമുക്ക് ഒരു 5,75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 21 മോഡൽ 5,75,000 21 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് W6 ഈ ഒരു XUV 300. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. സോറി, മാനുവൽ. ഡീസൽ മാനുവൽ. മൈലേജ് ഉണ്ടാവും, 18 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, പിന്നെ W6 എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, പിന്നെ എയർ ബാഗിന്റെ എണ്ണം കുറയും. ഇതിൽ ലോണിന്റെ ആവശ്യക്കാർക്കൊക്കെ അതെ, ഫുൾ ഓൺ മാനുവൽ ഡീസൽ നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി. അതുകൊണ്ട് തന്നെ ഓട്ടോ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ പ്രൈസിനാണ് കിട്ടുന്നത്. അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് കിയ സെൽട്ടോസ്. വീണ്ടും KL 8 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡലാണ്. ഡീസലിൽ HTK+ വേരിയന്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് 20 മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ നല്ല മൈലേജും കിട്ടും. 20-22 ഒക്കെ മൈലേജും കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓട്ടം 1.20 കമ്പനി സർവീസ്. 1.20 ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 20 മോഡൽ. എത്രയാ ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 9,80,000 രൂപ കൊടുക്കാം. 2020 HTK+ ഡീസൽ ഓട്ടോമാറ്റിക്. 9.20 നിങ്ങൾക്ക് 9.80 പറഞ്ഞത്, സോറി. അപ്പോൾ 9.80 ഒരു 9.9 വരെയൊക്കെ ലോൺ കിട്ടും. അത്രയും കിട്ടും. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇതിന്റെ ബാക്കിലൊക്കെ താഴെ ഇവരുടെ ഗ്രൗണ്ട് വേറെയുണ്ട്, അവിടെയുണ്ട് വണ്ടികൾ. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയൊക്കെ ഇനി ഒരുപാടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവരും ഒന്ന് കമന്റിലേക്ക് വാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു.